ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസിയുബൈദ്. ഇന്നത്തെ വീഡിയോ നാവിൽ വെള്ളം ഊറുന്ന നല്ലൊരു അടിപൊളി മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു മാങ്ങച്ചാറ് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മാങ്ങച്ചാറാണ്. ഇത് കൂടുതൽ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ നല്ല റിസൾട്ട് കിട്ടിയ ഒരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഏത് മാങ്ങ ആയാലും കുഴപ്പമില്ല, പല സ്ഥലത്തും പല മാങ്ങ ആവുമല്ലോ കിട്ടുക. കണ്ണിമാങ്ങ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ മാങ്ങ അച്ചാറിട്ട് നോക്കിയാൽ സൂപ്പറാണ്, കിടില ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ലപോലെ തുടച്ചെടുക്കണം. വെള്ളമൊന്നും തീരെ പാടില്ല കേട്ടോ. നമ്മൾ കുറച്ച് കാലമൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റിയ നല്ലൊരു അച്ചാറാണ്. അപ്പോൾ നമ്മളിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാനൊരു 8 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോ മാങ്ങയാണ് ഉള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ കഴുകി തുടച്ചെടുക്കണം കേട്ടോ ഈ ഒരു മാങ്ങ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള മാങ്ങയൊക്കെ തന്നെ കിട്ടുള്ളൂ. നമ്മളെ നാട്ടിലേക്ക് ആകുമ്പോൾ നല്ല മാങ്ങയൊക്കെ കിട്ടുമല്ലോ അല്ലേ. നാട്ടിൽ നിന്ന് നല്ല മാവിൽ നിന്നൊക്കെ പൊട്ടിച്ച് നല്ല ഫ്രഷ് മാങ്ങ എടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് അച്ചാറിട്ട് നോക്കിയിട്ടോ, സൂപ്പറാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ചെറുതാക്കിയിട്ടുള്ള ഒരു മീഡിയം വലുപ്പത്തിൽ നിന്നാണ് ഞാനിതാ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ മാങ്ങക്ക് ഉപ്പിട്ട് വെക്കുമ്പോൾ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഒക്കെ വേണം വെക്കാൻ. അലൂമിനിയം പാത്രത്തിൽ വെക്കരുത്, ഉപ്പിട്ടങ്ങനെ വെക്കരുത്, പാത്രം കേടുന്ന് പോകും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. ഈ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി ഇല്ലേ, ആ കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഞാനിങ്ങനെ ടീസ്പൂൺ കൊണ്ടൊന്നുമല്ല, ഇതുപോലെ ഇങ്ങനെ പാത്രത്തിന് മാങ്ങയിൽ ചുറ്റും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മാങ്ങൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താനാണ്. ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കണക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ. എന്നിട്ട് ഇതാ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ല, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ പാത്രം കാലിയാക്കി ഇങ്ങോട്ട് തരും. അത്രയും നല്ല ടേസ്റ്റാണിത്. ഇതുപോലെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഇത് ഒരു ദിവസം നമ്മളിത് ഒന്ന് വെക്കണം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതൊരു വൈകുന്നേരമാണ് ചെയ്യുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടാണ് ഞാനിത് അച്ചാറിട്ടിട്ടുള്ളത്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പാത്രത്തിലിട്ടിട്ട് തന്നെ അങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഒരു അടപ്പെടുത്ത് മൂടിയിട്ട് നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരമാണ് ഞാനിത് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇതെടുത്ത് നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, അടിപൊളി. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിച്ച് നോക്കുമ്പോഴൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ്. ആ ഉപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ല വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് അച്ചാറിടുന്നത്. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് അച്ചാറിട്ട് നോക്കിയിട്ട് എന്താ പാട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് അച്ചാറിടൽ അതുകൂടി ഒന്ന് പറയണേ. ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്, അതുകൂടി നമുക്ക് കാണാം. ഇപ്പോൾ ഇതാ ഞാൻ മാങ്ങ ഉപ്പൊക്കെ ഇട്ടത് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ചീനച്ചട്ടി ഇതാ സ്റ്റൗവിൽ വെച്ചിട്ട് 2.5 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ കൂടി നമ്മൾ ചേർക്കണം. കടുക് ചേർക്കുന്നതിൻ്റെ പകുതി നമ്മൾ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കടുക് നല്ല പോലെ പൊട്ടിയതിന് ശേഷമാണ് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. 2.5 സ്പൂണ് കടുകാണല്ലോ നമ്മൾ ചേർത്തത്. ഇപ്പോൾ 2 സ്പൂണ് ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുത്തുള്ളത്. കുറച്ചായിട്ട് ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ ടീസ്പൂണ് തോനായിട്ട് അങ്ങനെ തോന്നിട്ടോ. ഞാൻ അര സ്പൂൺ അങ്ങനെ എടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതും നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനിയാണ് നമ്മളിത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കണ്ടേ. 2 ഏലക്കായ കേട്ടോ. 2 ഏലക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും പറയും അച്ചാറിലൊക്കെ ഏലക്കായ ഇടുമെന്നൊക്കെ ചോദിക്കൂലേ. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് ഒന്ന് അച്ചാറിട്ടിട്ട് നോക്കിയിട്ട് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ നിന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ ചൂടാറാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കടുകും ഉലുവൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം.
അപ്പോഴേക്ക് നമ്മൾക്ക് അച്ചാറിലേക്ക് വേണ്ട മസാലകൾ ഇവിടെ റെഡിയാക്കി വെക്കണം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മസാല ഒക്കെ എടുക്കുമ്പോഴത്തേന് ഓരോ മസാല ഒക്കെ ഇട്ട് വരുമ്പോഴത്തേന് ഇതൊക്കെ കരിഞ്ഞു പോകും. മുളക് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് 3 സ്പൂണ് എരിവുള്ള മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 2 സ്പൂൺ എടുത്താൽ മതി. 2 സ്പൂണ് കാശ്മീരി പൗഡറും കൂടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവുള്ള പൊടിയാണെങ്കിൽ 2 സ്പൂണ് മുളക് പൊടി, 3 സ്പൂണ് കാശ്മീരി പൗഡറും കൂടി എടുത്തോണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അച്ചാർ പൊടി ഇട്ടിട്ടല്ല അച്ചാർ ഇടുന്നത്, മുളക് പൊടി വെച്ചിട്ടാണ്. പിന്നെ കായ നമ്മൾ മാങ്ങയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് വെക്കുമ്പോൾ. ഇനി ഇതാ ഒരു 1/2 സ്പൂണ് കായം കൂടി ഇവിടെ ചേർക്കുന്നത്, കായത്തിൻ്റെ പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കൊരു പാത്രം സ്റ്റൗവിലേക്ക് വെക്കുക. ചൂടായതിന് ശേഷം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയിലാണ് നമ്മൾ ഈ അച്ചാറിടുന്നത്. എണ്ണയിൽ അച്ചാറിടണം കേട്ടോ. എണ്ണയിൽ അച്ചാറിട്ടാലും നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾക്ക് അച്ചാറൊന്നും തീരെ കേടൊന്നും പോകില്ല. കൂടുതൽ കാലം വെക്കേണ്ട അച്ചാറൊക്കെ നമ്മൾ ഇതുപോലെ എണ്ണയിലാണ് അച്ചാറിട്ട് വെക്കേണ്ടത്. ഞാനിപ്പോൾ അതൊരു 100ഓളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഇതാ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി കുറേ ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു തുടം വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വെളുത്തുള്ളിയൊക്കെ നല്ല വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇത് ചതച്ചിട്ടല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, രണ്ടും അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ, നല്ല ഗോൾഡൻ കളറായി വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് അധികം തന്നെ നല്ല സ്മെല്ലുള്ള കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനി ഇത് നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം ഇതാ നമ്മൾ ഇതിലേക്ക് വറ്റൽമുളകാണ്, 2 വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മളെ മസാലകൾ ചേർത്തെടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മസാല ചേർക്കാൻ, അല്ലെങ്കിൽ സിമ്മിലിട്ട് വെക്കണം. പാത്രം ചൂടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ നമ്മളെ മസാലകളൊക്കെ കരിഞ്ഞു പോകും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മസാല ചേർക്കുന്നതാണ് എത്രയും നല്ലത്. പിന്നെ അത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവ കടുകൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ല, ചൂടാറിയതിന് ശേഷം പൊടിച്ചതാണ്. ഏലക്കായ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ഇതാ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട. ആ മസാലേൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോവുള്ളൂ. ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ വേണം, ഞാൻ പ്രത്യേകം പറയുകയാണേ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനും. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ ചേർത്തിട്ട് നമ്മൾക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇനി ഈ മാങ്ങയും ആ മസാലയും എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് മാത്രം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കിയാൽ മതി. പിന്നെ മാങ്ങയ്ക്ക് ആ ഒരു ചൂടിൽ ഇരുന്നിട്ട് തന്നെ വെന്തോളും. കൂടുതൽ നമ്മൾ മാങ്ങ വേവിച്ചെടുക്കേണ്ട, ഒരു 2-3 മിനിറ്റ് മാത്രം അങ്ങനെ ഒന്ന് ചൂടിൽ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതാ ഞാനൊരു സ്പൂൺ, ഒരു 1.5 സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളി കിട്ടാനാണ്, കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയല്ലേ, അപ്പോൾ മാങ്ങയിൽ വന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഇതാ പിന്നെ ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ആയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ആ പുളിയും ഉപ്പും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്തെടുക്കുന്നത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ചേർത്തെടുക്കുന്നത്. അഴുക്കുള്ളതൊക്കെ ആണെങ്കിൽ അതൊന്ന് ലായനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനത് ഒരു ശർക്കരേൻ്റെ പകുതി എടുത്തിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇതുപോലെ മാങ്ങൻ്റെ ഒക്കെ അടിയിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ ശർക്കരയൊക്കെ അലിഞ്ഞു പോകും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തുറന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കിടില മാങ്ങച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നാട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങൻ്റെ ഒക്കെ സീസൺ ആണല്ലോ അല്ലേ, അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ മാങ്ങ പൊട്ടിച്ചിട്ട് എല്ലാവരും ഒന്ന് മാങ്ങ ഇട്ട് വെച്ചോളൂ. ഇനി പെരുന്നാളൊക്കെ ആയാൽ മാങ്ങച്ചാറിനൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇത് അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടാറിയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. സൂപ്പർ അച്ചാറാണ് കേട്ടോ. ഇവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടാവൂലേ ഇത് എത്രത്തോളം ടേസ്റ്റാണ്. ഞാനിത് വെറുതെ പറയല്ല കേട്ടോ,
അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങച്ചാറാണ്. അപ്പോൾ കൂടുതൽ മാങ്ങയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കടുക് ഉലുവൊക്കെ നമ്മൾ വറുത്തെടുത്തില്ല, അത് കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് അതങ്ങനെ എടുത്ത് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ കേട്ടോ. മാങ്ങച്ചാറ് ഇത് എന്താ പാടുന്നുള്ളത്, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് എന്നോടൊന്ന് കമൻറ്റിൽ അറിയിക്കണം. ഇനി ഇത് നമുക്ക് ബോട്ടിലാക്കി വെക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് ആക്കിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അച്ചാറൊക്കെ ഗ്ലാസ് ബോട്ടിൽ തന്നെ അങ്ങനെ ആക്കി വെക്കുകയാണ് അത്രയും നല്ലത്. ഇപ്പോൾ ഇതാ ഞാൻ നല്ല ബോട്ടിലൊക്കെ നല്ലപോലെ കഴുകി തുടച്ച്, തീരെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല കേട്ടോ ഇതിൽ. ഈ ഒരു 2 ബോട്ടിലാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാങ്ങച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അള്ളാ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.